ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചായ പരിപാടിയാണ് കേട്ടോ. മോന് മദ്രസ പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അവന് പെട്ടെന്ന് ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ രാവിലെ മദ്രസ ഉള്ള ടൈമിൽ എനിക്കും മോനിക്കുള്ളത് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കലുള്ളൂ. പിന്നെ മക്കൾ എണീക്കുമ്പോൾ അവർക്കുള്ള കൂടി ഉണ്ടാക്കും. അപ്പോൾ പഞ്ചസാര കഴിഞ്ഞിരുന്നു, അതൊക്കെ അത് ഡപ്പയിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചാൽ ആദ്യം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് തിളക്കുമ്പോൾ തന്നെ പഞ്ചസാര അലിഞ്ഞോളും, പിന്നെ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് തള വരുമ്പോൾ ചായപ്പൊടി ആഡ് ചെയ്യും. ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കൂട്ടോ, അല്ലാണ്ട് ചായപ്പൊടി ഇട്ടപാട് ഓഫാക്കലൊന്നുമില്ല. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പട്ടൻ്റെ ഒരു തുണ്ട് കേട്ടോ, പട്ട അല്ലെങ്കിൽ പിന്നെ ഏലക്കായി അങ്ങനെയൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ തന്നെ മിക്ക താഴത്തുനിന്ന് വിളിച്ചു കേട്ടോ, മീൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മേലെ താമസിക്കണോണ്ട് തന്നെ എന്നും മീൻ വന്നാൽ പെട്ടെന്ന് പോവലാണ് കേട്ടോ. നമ്മൾ താഴത്ത് എത്തുമ്പോഴത്തേനും മീൻ പോവും. അപ്പോൾ ഇന്നൊക്കെ പുറത്ത് തന്നെ നിന്നതാണ് കേട്ടോ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മീനൊക്കെ വാങ്ങി ഏതാ മീനെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ചായ പറ്റി ചൂടാറലൊന്നുമില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറ്റാനാണ് വെച്ചിരിക്കുന്നത്. പറ്റി ചൂടാറിയിട്ട് ചെറിയ മക്കൾക്ക് കൊടുക്കലുള്ളൂ. ഇവന് ചെറിയ ചൂടൊക്കെ വേണം. അപ്പോൾ ഇക്ക സൂതക്കുട്ടിയാണ് കേട്ടോ വാങ്ങിയത് മീൻ. സൂതക്കുട്ടിയുള്ളൂ, പിന്നെ മാന്തളാണ്. പിന്നെ മുള്ളുള്ള മീൻ വാങ്ങിയാൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കഷ്ണം മീൻ വാങ്ങൽ. പിന്നെ ചെറിയ മോന് രാത്രി കളിച്ചിട്ട് വെച്ച പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മോൻ മദ്രസ പോകാൻ ഇറങ്ങിയപ്പോൾ ചെറിയ ആൾ ഇതാ അവൻ്റെ ഒക്കത്ത് കയറിയിരിക്കണ്ട് കേട്ടോ, ടാറ്റ് പോവുകയാണ് പറഞ്ഞിട്ട്. പിന്നെ അവനെ പെട്ടെന്ന് പറഞ്ഞയക്കട്ടെ. ചായ അവൻ്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ ചായ കൊടുത്തിട്ട് അവനെ പെട്ടെന്ന് പറഞ്ഞയക്കട്ടെ. അപ്പോൾ മോനിതാ ചായയൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് നൂലപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നൂലപ്പം മുട്ടക്കറി. അതാവുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും. അപ്പോൾ ഞാൻ നൂലപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ മാവൊക്കെ അത് പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നൂലപ്പത്തേക്ക് ഞാൻ ചുടുവെള്ളം കേട്ടോ ഒഴിക്കൽ. ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ചുടുവെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യലുണ്ട് കേട്ടോ, എന്നിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കൽ. ഇനി മാവിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് മാവൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ചുടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് അപ്പുറത്തെ ഒരു പശുക്കുട്ടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ പൊട്ടം കടിച്ച് കസാലയൊക്കെ തട്ടിമറിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ താഴത്തെ വീട്ടിൽ. അപ്പോൾ അതിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ നൂലപ്പത്തിൽ ഞാൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. കാരണം നമ്മൾ നൂലപ്പം പീച്ചണ സമയത്ത് നല്ല സ്മൂത്തായിട്ട് വരാനാണ്. അപ്പോൾ ടേറ്റ് ഉണ്ടാവില്ല കേട്ടോ നൂലപ്പം നമ്മൾ പീച്ചണ സമയത്ത് ടേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു പാത്രം വെള്ളമാണ് കേട്ടോ വെക്കണുള്ളൂ, കാരണം രണ്ടാവിയല്ലേ ഉള്ളൂ. അപ്പോൾ പാത്രം വെള്ളം മതി. ഇപ്പോൾ തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്, കാരണം നൂലപ്പം തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ നൂലപ്പം തട്ടുന്ന് മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒട്ടുപിടിക്കാതെ നൂലപ്പം കിട്ടും. അപ്പോൾ ഇനി രണ്ട് തട്ടിലേക്കും എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് നൂലപ്പം റെഡിയാക്കാം. അപ്പം ഇതാ കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ട് കേട്ടോ കഴുകാൻ. അന്ന് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രം കഴുകിയിട്ട് വേണം മീൻ കഴുകിയിട്ട് മസാല വെച്ച് വെക്കാൻ. ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് തന്നെ ചുമരും കൈയോടുകൂടി കഴുകും കേട്ടോ. പാത്രം കൊട്ടത്തളത്തിൻ്റെ സൈഡ് ചുമരൊന്നും കൈയോടെ കഴുകും, കാരണം ഈ പാത്രം തേക്കുമ്പോൾ നമ്മൾ തെറിക്കണതൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നീട് അങ്ങോട്ട് കഴുകാന്ന് വെച്ചാൽ നല്ല ഒട്ടിപ്പിടിക്കും, പോകില്ല, പിന്നെ കറായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയോടുകൂടി അങ്ങനെ കഴുകലാണ് കേട്ടോ.
ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി മീനൊന്ന് കഴുകിയിട്ട് മസാല വെച്ച് വെക്കട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ മീനൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ തലയും വാലും ഞാൻ മാറ്റി വെക്കും കേട്ടോ, നാളെ കറിക്ക് വേണ്ടിയിട്ടാണ്, മുളകിടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളാണ് പൊരിക്കൽ. അപ്പോൾ മുട്ടക്കറിക്ക് ഞാൻ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മുട്ടക്കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, കാരണം ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഒരു സവാളയും പിന്നെ ഒരു 2-3 വെളുത്തുള്ളിൻ്റെ പോള് ചെറുതായി അരിഞ്ഞത് അതും പാടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ആപ്പത്തിന് ഇവിടെ നൂലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നാൽ അതിലേക്കൊരു തക്കാളി മതി കേട്ടോ, 1/4 തക്കാളി ചേർത്തി കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലയാണ് ഒന്നുകൂടി ബെറ്റർ. എൻ്റെ അടുത്ത് ചിക്കൻ മസാല കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ കറി ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഇതൊക്കെ പടം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിടുക, പിന്നെ മുട്ട കലക്കി പാർന്ന് ഒഴിക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വെള്ളം പാരുന്ന സമയത്ത് വലിയ കുറുക്കൊന്നും തോന്നില്ല, പക്ഷെ മുട്ട പാർന്ന് നല്ല കുറുക്കം വരും കേട്ടോ മുട്ട പാർന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നമ്മുടെ ഈ കറിയിൽ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുട്ട പാർന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, ഇളക്കാതെ വെക്കരുത്. മുട്ട പാർന്ന ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അപ്പോഴാണ് കുറുക്കം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മുട്ട വെള്ളം പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്കത് ഈ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതാന്ന് പോലെ ഇപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാനിരിക്കണത്. അപ്പോൾ ഇക്കാക്കുള്ള ഞാൻ അതവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോനിക്കാണ് കേട്ടോ, ചെറിയ രണ്ടാമത്തെ മോന് ഒരു നൂലപ്പൊക്കെ തന്നെ കഴിക്കുള്ളൂ. ഇനി വേണമെങ്കിൽ അവൻ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, അപ്പനെ അടുത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കണ സമയത്ത് മോന് എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ. ഞാൻ കഴിക്കണ സമയത്ത് അവൻ ഇങ്ങനെ കരഞ്ഞും കൊണ്ടിരിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അവന് പിന്നെ എടുത്ത് മടി വെച്ചാൽ പിന്നെ അവനക്ക് സമാധാനമാണ് കേട്ടോ. എടുത്ത് മടി വെച്ചാൽ പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ മാറി. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ തന്നെ അവനക്കും കുറച്ചിങ്ങനെ ഇതുപോലെ കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കഴിക്കും, പിന്നെ മടി കാട്ടും. പിന്നെ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് തന്നെ കൊടുക്കണം. കണ്ടില്ല, നമ്മൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കഴിച്ച് നോക്കും. അപ്പോൾ അത് രണ്ടാമത്തെ മോനെ അതിൻ്റെ ഇടയിൽ വായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും കൂടി വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവനോട് പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ മടി കയറിയപ്പോൾ പിന്നെ അവനും അപ്പുറത്ത് പോയി ടേബിളും ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അത് എൻ്റെ മടിയിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എക്കാനും മടിക്കാണ് കേട്ടോ ഇരുന്നത്. പിന്നെ ഒക്കെ പറഞ്ഞ ഒരു ഓംപ്ലേറ്റ് അടിച്ചാട്ട് ജെസ്സിന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഓംപ്ലേറ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അക്കാക്ക്. എപ്പോഴൊന്നും കഴിക്കൂല, എപ്പോഴെങ്കിലൊക്കെ അക്കാക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ ഇന്ന് മുട്ട ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു ഓംപ്ലേറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ ഉള്ളിയും പച്ചമുളകൊന്നും ഇല്ലാത്തൊന്നും തോന്നില്ല. ഞാൻ മേലെ കൂടെ ഇതുപോലെ എന്നിട്ട് ഇട്ട് കൊടുക്കൽ. പിന്നെ പച്ചമുളകും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുക, മറിച്ചിടൂല. അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലൊരു അൽക്കുലിക്ക് പണിക്കറി ചെയ്തിട്ടാണ് കവ് കൊടുക്കുക. കാരണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കും കേട്ടോ. ഈ മുട്ട ഒന്ന് റോൾ ചെയ്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യും. ഒരു പീസ് എനിക്ക്, ഒരു പീസ് ഇക്കാക്കാണ് കേട്ടോ. പിന്നെ മക്കൾ മുളകിട്ടത് കൊണ്ട് തന്നെ കഴിക്കൂല, ഓംപ്ലേറ്റ് കഴിക്കൂല. മുളകിടാതെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും, മുളകിട്ടതായതുകൊണ്ട് അവർ കഴിക്കൂല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ മുട്ടക്കറി ആയതുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തപ്പോൾ ഈ മുളകില്ലാത്ത ഭാഗമൊക്കെ കൊടുത്താൽ തിന്നും, പക്ഷെ എന്നാൽ അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓംപ്ലേറ്റൊക്കെ കാക്ക കൊടുത്തു, കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ വന്നിട്ട് തക്കാളിച്ചോറാണ് കേട്ടോ. തക്കാളിച്ചോറ് ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കൽ. ഇതിലൊരു സ്പെഷ്യലായിട്ടൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജീരകമാണ് ഇട്ടിട്ടുണ്ട്, നല്ല ജീരകം. അപ്പോൾ ഞാനത് മറന്നു പോയി. അപ്പോൾ ഞാൻ സവാളയാണ് ആഡ് ചെയ്തത്. പിന്നെ സവാള ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ജീരകം ആഡ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ജീരകം ആഡ് ചെയ്യുക, എന്നിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ സവാള ഒന്ന് വഴറ്റി വന്നോളൂ. പിന്നെ ഇതിലേക്ക് തക്കാളി ഇടണം കേട്ടോ. തക്കാളി
ഞാനൊരു 2 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ നമ്മുടെ റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് തക്കാളി സവാളയും കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി, ചെറിയ തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞത് അതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് പെട്ടെന്നൊന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി കൂടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവനവൻ്റെ എരിവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം കട്ട പിടിക്കാൻ പാടില്ല, നല്ല പിരിപിരിയേനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പിരിപിരിയേനെ കിട്ടിക്കോളും. എന്നിട്ട് റൈസ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ പിരിപിരിയേനായിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ മുട്ട. അങ്ങനെ കട്ട പിടിച്ച് വന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ മുട്ട ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ റൈസിൽ ഫുള്ള് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിരിപിരിയാക്കി എടുക്കുമ്പോൾ റൈസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുട്ടയും കഴിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തതോ മുട്ട ഫ്രൈ ചെയ്തതൊക്കെ നമുക്ക് കൊടുത്തയക്കാം. ഇനി അച്ചാറായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ കഴിച്ചാലും നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. റൈസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിച്ചാൽ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിച്ചാലും ചൂടാറിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റുള്ളൊരു ഉഗ്രൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുട്ടികൾക്ക് സവാളയും കുക്കുംബറുമാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനോ മുട്ട എന്ത് കാണിച്ചാലും കൊടുക്കുക ഇതിൻ്റെ കൂടെ. പക്ഷെ ഇങ്ങനെ ആയാൽ അവർക്കൊരു ഹെൽത്തി ഫുഡായാലും കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അവർ കഴിക്കും ചെയ്യും. നമ്മളൊരു എന്താ പറയുക അറ്റകുറ്റപ്പണികളൊക്കെ എടുത്താൽ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവരങ്ങനെ കഴിച്ചോളും. അപ്പോൾ മക്കൾക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച് നോക്കുകയാണ്. നല്ല ഉഗ്രൻ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണോടി അമർത്തി ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.